പുറത്താരോ കറങ്ങി നടക്കുന്നു ഒരു സംശയം തോന്നി. അതാ. ആരുമില്ല, വെറുതെ തോന്നിയതാ. കിടന്നോളൂ. നീ പോയി കിടന്നു. നമ്മുടെ രാജഗോപാലൻ ഡോക്ടറോട് നാളെ ഇത്രടം വരെ ഒന്ന് വരാൻ പറഞ്ഞാലോ? അവനാവുമ്പോ ആർക്ക് സംശയം തോന്നുകയില്ല. എന്താ കാട്ടണെന്ന് നീ ഒന്ന് പോയി നോക്ക്. എന്താ മോനെ? എന്താ പറ്റിയേ? അമ്മേ, ഒന്ന് മംഗലാപുരം വരെ പോണം. അമ്മയ്ക്ക് വിഷമം ഉണ്ടാന്ന് കരുതി പറഞ്ഞതാ. അഖിലെ ആ ഗോവിന്ദ്ജി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റ് പറ്റിയെന്ന്. എന്നെയാ അയാൾക്ക് വേണ്ടത്. ചെന്നില്ലെങ്കിൽ അവളെ അയാള്. അമ്മേ, ഒരുപാട് ത്യാഗങ്ങള് കിച്ചുവിന് വേണ്ടി സഹിച്ചു കഴിഞ്ഞതാ അവള്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. ഇനി വൈകിച്ച അവരിവിടെ എത്തും. അമ്മേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ അവസാന ശ്വാസം വരെ ഈ വീടിന് ഒരനന്തൂനെ തിരിച്ചു തരാനാ കിച്ചു ശ്രമിച്ചതെന്ന് അമ്മ പറയണോ അച്ഛനോട്? മോനെ കിച്ചു, അവരോടൊക്കെ നീ ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടുമോടാ? നിന്നെ ഞങ്ങൾക്ക് വേണോടാ കിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ മോനെ. ഞാനല്ലേ നിന്നെ അറിയാൻ ഒരുപാട് വൈകിയത്. ഇനി എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ. തിരിച്ചു വരും ഞാൻ. അമ്മയുടെ അച്ഛൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എന്നെ രക്ഷിച്ചുകൊണ്ടുവരും. ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കൊതിയുണ്ടല്ലോ, എനിക്ക് തുണയായിട്ട് അത്രേ വേണ്ട. ನಂಗೆ ಗೊತ್ತಿಲ್ಲ ರೀ. ಬ್ಯಾಗ್ ಎಲ್ಲ ತಗೊಳ್ತೀನಿ. ಹಲೋ ಹಲೋ, ಬ್ಯಾಗ್. അത് കൊള്ളാം. എന്താ കിഷന്റെ ആ സ്പീഡ് ഉണ്ടല്ലോ, അത് ഈ മരങ്ങോടന്മാർക്കൊന്നും 14 ജന്മം എടുത്താൽ കിട്ടില്ല.
കരിമ്പുലിയുടെ വേഗവാവന്. എന്നിട്ട് മുത്തയ്യ വാലും ചുരുട്ടിക്കേറ്റ് സഞ്ചിയും തൂക്കി പിടിച്ചിങ്ങി പോന്നു. കാതി കമ്മലോട്ട് നടക്കുകയാണ് മരക്കഴുത. ഓടാ. ഇത് അവളോടൊന്ന് പറയാം, അതിനൊരു സന്തോഷമാവല്ലോ. അവന്റെ ഒരു മിടുക്കറിയുമ്പോഴേ. ശരിയാ. എന്താടോ? ഫോൺ. ഹലോ. ഗോവിന്ദി, കിഷൻ. ആ മിടുക്കൻ, കലക്കി. നീ എന്റെ ചെക്കൻ തന്നെ തെളിയിച്ചു. ഓഞ്ചി പറയാറല്ലേ ആരുമായിട്ട് ഹൃദയബന്ധം ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ തനിക്ക് ബോധ്യമായല്ലോ. കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, വേണ്ടിടത്തത് പ്രയോഗിക്കാൻ പറ്റില്ല. ആ താൻ വേഗം ഒന്ന് ഇങ്ങോട്ട് വന്നിടും. ഒത്തിരി വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഗോവിന്ദിക്ക്. എന്താടോ വക്കീല് തന്റെ മുഖത്തൊരു വൈക്ലഭ്യം? ഇളയ മോൾക്ക് പോളിയോ അല്ല, ഇളയ മോളുടെ മോൾക്ക് പോളിയോ കൊടുക്കേണ്ട സമയമായി. വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന്. ഓ, താനും ഒരു പ്രാരാബ്ധക്കാരനാണ് അല്ലേ? അയ്യോ, പ്രാരാബ്ദമൊന്നുമില്ല, എങ്കിലും ഇതൊന്നും പിടിച്ചേ. കേട്ടോ മോളെ, അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൻ വരുമെന്ന്. क्या रे, कुछ पता चला? गोविंद जी हर जगह देख लिया। मोहम्मद के घर में देखा क्या? हाँ, तो पहले ही ढूंढ लिया। സാബ്, ആ എന്തായോ? കമ്മീഷണർ കാലത്തെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. കിഷൻജി ആ ഭാഗത്തെങ്ങും വന്നിട്ടില്ല. मुझे किशन को चाहिए, സാബ്, समझा? किसी भी हालत में ठीक है। चल जा. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്നാ താൻ പോടോ. മനുഷ്യനിവിടെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാ അയാളെ ഒരു രാത്രി വരാമെന്ന് വിചാരിക്കും മാട്ടയാൻ. ഉവ്വ്. എന്തോ അല്ല, മടയൻ രാത്രി വരാന്ന് വെച്ചായിരിക്കുമെന്ന്. താനെന്താടോ പോയില്ലേ? പോവുക. എന്നാ പോ. അതാ പോയി. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. ഏയ്, കൂൾ, അണ്ടർ കൺട്രോൾ.